സ്കൂളുകളിലെ സൂംബ ഡാൻസ് വിവാദം പുകയുകയാണ്. മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് വകവയ്ക്കാതെ സൂംബ ഡാൻസ് നടപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് ലഹരിയേക്കാൾ വിഷമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പറഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. കേരളം പോലുള്ള ഒരുമയോടെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിൽ നിലപാടുകൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മാത്രമേ ഉത്തേജനം നൽകൂ. ഞങ്ങളിപ്പോൾ നിലവിലുള്ള നിയമമൊന്നും നിർബന്ധപൂർവ്വം ഒരു കുട്ടിയുടെ മേലിലും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇത് നമ്മുടെ കുട്ടിയുടെ ഭാവി ഓർത്ത്, നമ്മുടെ കേരളത്തിൻ്റെ ഭാവി ഓർത്ത് ഇതൊന്നും ഒരു വിവാദം ആക്കാൻ വേണ്ടി പാടില്ല. ഒരു വിവാദമില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ച് ഇങ്ങനെ പറഞ്ഞ് അത് മതത്തിൻ്റെ പേരിലാകുമ്പോൾ കുറച്ച് കൂടെ ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടി പാടില്ല. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ രാജാണ് നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ രാജ്, ഇന്നും ഇന്നലെയുമായി ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സൂംബ ഡാൻസ് എന്നുള്ളത്. അത് സ്കൂളുകളിൽ നടപ്പാക്കുന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ മന്ത്രി കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ആരെയും അടിച്ചേൽപ്പിക്കുകയല്ല, അത് കുട്ടികളുടെ ആരോഗ്യത്തിനും മാനസിക ഉന്മേഷത്തിനും വേണ്ടിയാണ് ഈ ഒരു സൂംബ ഡാൻസ് സ്കൂളുകൾ പദ്ധതി അങ്ങനെ ഒരു പദ്ധതിയായി തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത്. മന്ത്രിയുടെ നിലപാടിനെ അനുകൂലിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കം ഇന്ന് രംഗത്തെത്തുകയും ചെയ്തു. ഇന്ന് മന്ത്രി എന്താണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്? സ്വാതി, ഈ മാസം 20-നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ സൂംബ ഡാൻസ് സ്കൂളുകളിൽ അഭ്യസിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സർക്കുലർ ഇറക്കുന്നത്. അത് ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഉള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സൂംബ ഉൾപ്പെടെയുള്ള ചെറു വ്യായാമ നൃത്തങ്ങൾ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത്. 26-നായിരുന്നു അതിൻ്റെ സമാപനം. ഈ സർക്കുലർ പ്രകാരം 26-ാം തീയതി വരെയാണ് സ്കൂളുകളിൽ അസംബ്ലിയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സൂംബ ഉൾപ്പെടെ അഭ്യസിക്കണം, ഡാൻസ് കളിക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. അതിനുശേഷവും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഈ സൂംബ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അത് കുട്ടികളുടെ ആരോഗ്യത്തിനും കായികക്ഷമതയ്ക്കും ഒക്കെ അനിവാര്യമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തിരിച്ചറിഞ്ഞതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ജില്ലകളിലെ അധ്യാപകർക്കൊക്കെ പരിശീലനം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അവർ സ്കൂളുകളിൽ അധ്യാപകർക്ക് പരിശീലനം നൽകും. അങ്ങനെ സ്കൂളുകളിൽ ഇത് തുടർന്ന് കൊണ്ടുപോകാനാണ് സർക്കാർ തീരുമാനിച്ചത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വിവാദം, ഇത് മതപരമായി വിശ്വാസത്തിനുമൊക്കെ എതിരാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വിവാദം മറുതലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ വിവാദങ്ങളുടെ പേരിൽ ഈ പരിപാടി അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയതും ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ പേരിൽ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതേസമയത്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇതൊരു ഉത്തരവായി ഇറക്കി അത് നിർബന്ധപൂർവ്വം നടത്തണമെന്ന വാശി സർക്കാരിന് ഇല്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അവർ ഈ മറുഭാഗം പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത് അല്പവസ്ത്രം ധരിച്ച് ചെയ്യുന്ന വ്യായാമമാണ്, അല്ലെങ്കിൽ ഡാൻസ് ആണെന്ന തരത്തിലാണ് പ്രധാനപ്പെട്ട ഇവരുടെ ആരോപണം. പക്ഷേ കഴിഞ്ഞ 3-4 ദിവസമായി നമ്മൾ എല്ലാ സ്കൂളുകളിലും കണ്ടതാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തതിന് സംസ്ഥാന ഉദ്ഘാടനത്തിൽ ഉൾപ്പെടെ ഈ സൂംബ കളിച്ചിരുന്നു. അവർ ധരിച്ചിരുന്ന യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ആ ഡാൻസ് അഭ്യസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വരുന്ന ദിവസങ്ങളിലും സ്കൂളിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സൂംബ ഡാൻസ് ഉണ്ടാകും. അത് ഏതെങ്കിലും തരത്തിൽ നിർബന്ധിച്ചുകൊണ്ട് ചെയ്യിക്കില്ല. അതേ സമയത്ത് തന്നെ ലഹരി ഉൾപ്പെടെയുള്ള മറ്റു വഴികളിലേക്ക് കുട്ടികൾ തെറ്റായി പോകാതിരിക്കാൻ ഇത് പല രാജ്യങ്ങളിലും അത് ശാസ്ത്രീയമായി തന്നെ കണ്ടെത്തി അങ്ങനെ അഭ്യസിക്കുന്ന രീതിയുണ്ട്. അതായത് പുരോഗമനപരമായിട്ടൊരു കാഴ്ചപ്പാട് തന്നെയാണ്. ലഹരിക്കെതിരെ ഉൾപ്പെടെ ഇത് ഗുണകരമാകുമെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആരുടെയെങ്കിലും ആരോപണങ്ങളുടെയോ ഇത്തരത്തിലുള്ള വാദങ്ങളുടെയോ പുറത്ത് അത് അവസാനിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ നിർദ്ദേശമുണ്ടാകില്ല. അതേസമയത്ത് തന്നെ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ പങ്കെടുക്കാവുന്ന തരത്തിൽ വരും ദിവസങ്ങളിലും ഇത് സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. സ്വാതി. അതെ, അതുതന്നെയാണ് അർജുൻ. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മന്ത്രി തന്നെ ഇത് കുട്ടികളെ അടിച്ചേൽപ്പിക്കില്ല, ലഹരിയേക്കാൾ വിഷമാണ് ഇത്തരത്തിലുള്ള എതിർപ്പുകൾ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. എന്നാൽ സുംബ ഡാൻസിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് സർക്കാർ നിലപാടെടുത്തതോടെ മുസ്ലിം സംഘടനകളും നിലപാട് ഇന്ന് കടുപ്പിച്ച കാഴ്ചയാണ് കണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിഷം പരാമർശത്തിൽ മന്ത്രി പറഞ്ഞത് കൂടുതൽ വർഗീയമെന്ന് SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു.
ഇല്ലാത്തൊരു വർഗീയതയെ വിളിച്ചുണർത്തി അച്ഛൻ പത്തായത്ത് പോലും ഇല്ലട്ടോ എന്ന് പറഞ്ഞല്ലോ, ആ ശൈലിയിൽ വിളിച്ചുണർത്തി അത് അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവും ആ മന്ത്രിയുടെ പ്രസ്താവന. സത്യത്തിൽ അങ്ങനെ ഒന്നും ഇല്ല, വർഗീയമായിട്ടല്ല. ഇവിടെ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് നമ്മുടേതായ അഭിപ്രായം പറയാൻ അവകാശമില്ലെങ്കിൽ അത് പിന്നെ എന്ത് ജനാധിപത്യമാണ്? ഇല്ലാത്തൊരു വർഗീയതയെ വിളിച്ചുണർത്തി അച്ഛൻ പത്തായത്ത് പോലും ഇല്ലട്ടോ എന്ന് പറഞ്ഞല്ലോ, ആ ശൈലിയിൽ വിളിച്ചുണർത്തി അത് അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവും ആ മന്ത്രിയുടെ പ്രസ്താവന. സത്യത്തിൽ അങ്ങനെ ഒന്നും ഇല്ല, വർഗീയമായിട്ടല്ല. ഇവിടെ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് നമ്മുടേതായ അഭിപ്രായം പറയാൻ അവകാശമില്ലെങ്കിൽ അത് പിന്നെ എന്ത് ജനാധിപത്യമാണ്? ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും നിലപാട് കടുപ്പിച്ചതോടെ അതേ തരത്തിൽ തന്നെ നിലപാട് കടുപ്പിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകളും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിഷം പരാമർശത്തിൽ മന്ത്രി പറഞ്ഞത് കൂടുതൽ വർഗീയമെന്നാണ് ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറ അടക്കം പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ മുസ്ലിം സംഘടനകളുടെ നിലപാട് ഏതു രീതിയിലാണ്? ഏതൊക്കെ സംഘടനകളാണ് അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി മുന്നോട്ട് വന്നിരിക്കുന്നത്? അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഒരു നിലപാട് ഇതിൽ ഏതു രീതിയിലാണ്? സ്വാതി, മുസ്ലിം സമുദായ സംഘടനകൾ ഒന്നടങ്കം തന്നെ ഈ വിഷയത്തിൽ സൂംബാവാദത്തിൽ അത് നടപ്പിലാക്കേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിപ്പോൾ സമസ്തയിൽ എ പി വിഭാഗമാണെങ്കിലും ഈ കെ വിഭാഗമാണെങ്കിലും അത്തരമൊരു നിലപാട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഇപ്പോൾ റഹ്മത്തുള്ള സഖാഫി എളമരം, അദ്ദേഹം എ പി വിഭാഗത്തിൽപ്പെട്ടതാണ്. അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെയാണ് ഈ സൂംബക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. അതോടൊപ്പം ഇന്ന് രാവിലെ നമ്മളോട് തന്നെയാണ് SYSയുടെ സംസ്ഥാന സെക്രട്ടറിയായ മുസ്തഫ മുണ്ടുപാറ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് സർക്കാർ പിടിവാശി ഉപേക്ഷിക്കണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. മുജാഹിദ് സംഘടനയാണെങ്കിലും ഇതേ നിലപാട് തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം തന്നെ ഈ വിഷയത്തിൽ ഒരേ നിലപാട്, അതിനകത്തൊരു ഭിന്നിപ്പ് അല്ലെങ്കിൽ ഒരു വിയോജനം പോലും ഇല്ല, ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. MES മാത്രമാണ് അല്പം ഒരു മൃദു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഫസൽ ഗഫൂർ പറയുന്നത് ഇത് ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമാക്കേണ്ടതില്ല, അങ്ങനെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ടതല്ല എന്നൊരു നിലപാട് പറയുന്നു. അദ്ദേഹത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റെല്ലാ സംഘടനകളും കർക്കശമായി തന്നെ ഇത് വേണ്ട എന്നൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം PMA സലാം എടുത്തിട്ടുള്ളൊരു നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹം വളരെ തന്ത്രപരമായി അതിൽ നിന്ന് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഈ വിഷയം പഠിക്കട്ടെ, അതിനുശേഷം നിലപാട് പറയാം എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ മറ്റു നേതാക്കളാരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. അവരെല്ലാം തന്നെ ഒരു അടവ് നയം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് മൗനം പാലിച്ചിട്ടുള്ളത്. പക്ഷേ എടുത്തു പറയേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം KSUവിൻ്റെയും നിലപാടാണ്. അവർ ഈ സൂംബ നൃത്തത്തെ അല്ലെങ്കിൽ ആ പരിപാടിയെ വളരെയധികം അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണെങ്കിലും വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ സംസ്ഥാന സർക്കാർ ഈ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് ഉൾപ്പെടെ മുസ്ലിം സമുദായ സംഘടനകൾ വരാനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ അവരുടെ കമ്മിറ്റികളെല്ലാം തന്നെ ചേരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അത്തരമൊരു നിലപാട് പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഒരു സമരത്തിലേക്ക് പോകണോ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുകയുള്ളൂ. എന്തായാലും കടുത്ത വിയോജിപ്പ് തന്നെയാണ് മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിലുള്ളത്. അതെ പ്രസാദ് ഉടുമ്പിശ്ശേരി, മുസ്ലിം സംഘടനകൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രസാദ് ഉടുമ്പിശ്ശേരി പറഞ്ഞത്. ഇക്കാര്യത്തിൽ മുസ്ലിം സംഘടനകൾ എല്ലാം ഒറ്റക്കെട്ടായി തന്നെ ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. അതേസമയം വർഗീയവാദികൾക്ക് ഇന്ധനം നൽകുന്ന തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്ന് VD സതീശൻ പറഞ്ഞു. സുംബ വിവാദത്തിൽ MSF നിലപാട് KSU ഏറ്റുപിടിച്ചുമില്ല. ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അതിന് പരാതി പറഞ്ഞാൽ, ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം, അവരുമായിട്ട് അത് ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, ഇഷ്ടമില്ലാത്തവർ ചെയ്യേണ്ട. ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത്. അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ശക്തികൾ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക്, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ്. അപ്പം ഇതൊന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത് അങ്ങോട്ട്. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ആണ് ചേരുന്നത്. ബിനിൽ, വലിയ തരത്തിൽ വിവാദം കത്തിപ്പടരുന്നതിന് ഇടെയാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട്, ഇത്തരത്തിലാണ് ഒരു നിലപാട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വർഗീയതയ്ക്ക് വഴി വെക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിവാദത്തിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമടക്കമാണ് പറയുന്നത്. എന്നാൽ KSU ഈ ഒരു കാര്യത്തെ, വിദ്യാഭ്യാസ വകുപ്പിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ KSUവിൻ്റെ നേതാക്കളടക്കം ഉന്നയിക്കുകയും ചെയ്തത്. MSFനെ എതിർക്കുകയാണ് ചെയ്തത്. UDF പാളയത്തിൽ നിന്നും ഈ ഒരു വിവാദത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിലുള്ള നിലപാട് ഏത് രീതിയിലാണ്? അവർ പലതട്ടിലാണ് എന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
ഒരു കാര്യം ഉറപ്പാണ്, അതായത് ഇത് സന്ദേശപരമാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പറയുന്നത്. അടിച്ചേൽപ്പിക്കരുത് എന്ന നിലപാട് തന്നെയാണ് അത്. കോൺഗ്രസ് ആണെങ്കിലും അതോടൊപ്പം KSU ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും അടിച്ചേൽപ്പിക്കരുത് എന്നൊരു നിലപാട് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് സന്ദേശപരമാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നും പറയുന്നു. മറ്റൊന്ന്, ഈ ചർച്ച വേണമെന്ന ആവശ്യം KSU മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ രംഗത്ത് വരികയും ഇതിനെതിരെ രംഗത്തേക്ക് വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ അവരുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊരു നിലപാടാണ് ഉള്ളത്. എന്തായാലും നിലവിൽ ഇക്കാര്യത്തിൽ ഒരു ചർച്ച വേണം തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും അവരുടേതായിട്ട് അഭിപ്രായം പറയുന്നത്. പ്രത്യേകിച്ച് ഇത് വർഗീയമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. സതീശിന്റെ വാക്കിൽ നിന്ന് അറിയാം, പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന തരത്തിൽ ഒരു വർഗീയതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്, സർക്കാർ ഒരു മരുന്നിട്ട് കൊടുക്കരുത് എന്നാണ് സതീശൻ പറയുന്നത്. മാത്രമല്ല പല അഭിപ്രായങ്ങൾ വിവിധ സംഘടനകൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കേട്ട് മാത്രമേ മുന്നോട്ട് സർക്കാർ പോകാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ എന്തായാലും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത അതിന്റെ വാതിൽ സർക്കാർ അടയ്ക്കരുത്. കാരണം ഇത് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഇക്കാര്യത്തിൽ ഉണ്ടാവാം. കാരണം അല്പവസ്ത്രധാരണമൊക്കെ ആണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സുംബ ഡാൻസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ. പക്ഷേ അത് അങ്ങനെയല്ല എന്നാണ് നമുക്ക് സ്കൂളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടതെന്ന് ചില നേതാക്കളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ വിവാദത്തിൽ ഒരു അഭിപ്രായം ഈ കോൺഗ്രസിനുള്ളിൽ, അതായത് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ചർച്ച വേണമെന്ന ഒരു അഭിപ്രായത്തിൽ ഈ മൂന്ന് സംഘടനകൾ ഒരുപോലെ തന്നെ പറയുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കൂടിയാലോചന അല്ലെങ്കിൽ കൂടിയാലോചന ഇല്ലാതെ അടിച്ചേൽപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകരുതെന്നാണ് പൊതുവിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഒരു കാര്യം. സ്വാതി. ശരി ബിനിൽ, സംസ്ഥാനത്ത് ഈ ഒരു സൂംബ ഡാൻസ് വിവാദം ഏറെ ചൂടുപിടിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ വിദ്യാഭ്യാസ വകുപ്പ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, ആരിലും അടിച്ചേൽപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മുസ്ലിം സംഘടനകൾ എന്നാൽ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ എതിർക്കുന്നുണ്ട്. PD സതീശൻ പറഞ്ഞത് ഇത് അടിച്ചേൽപ്പിക്കരുത്, വർഗീയതയ്ക്ക് വഴിവെക്കരുത് ഇത്തരം സംഭവങ്ങളിലൂടെ എന്നുള്ള ഒരു നയതന്ത്രപരമായിട്ടുള്ള നിലപാടാണ് VD സതീശൻ എടുത്തത്. ആ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാർ നമ്മളോട് പങ്കുവച്ചത്.